ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ജനിക്കുമ്പോൾ ആ കുട്ടികൾക്ക് പേരിടുന്നതിൽ പോലും ഒരു മൂല്യാധിഷ്ഠിത ക്രമം നമ്മുടെ പൂർവികർ വെച്ചു പുലർത്തിയിരുന്നു. ആൺകുട്ടികളാണെങ്കിൽ രാമൻ, കൃഷ്ണൻ, വാസുദേവൻ, ശങ്കരൻ, പത്മനാഭൻ. അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ നാരായണി, കാർത്യായനി, ശങ്കരി, അതുപോലെ സരസ്വതി, ലക്ഷ്മി. എന്താണ്? ദേവി ദേവന്മാരുടെ പേരുകളാണ് നമ്മുടെ കുട്ടികൾക്കിട്ടിരുന്നത്. അപ്പോൾ കുട്ടികളെ അറിയാതെ ഒരു പ്രാവശ്യം രാമ എന്ന് വിളിക്കുന്നതിലൂടെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ദേവി ദേവന്മാരുടെ നാമമാണ് ഉച്ചരിക്കുന്നത്. ഇവിടെ എന്താണ്? ശരിക്കും നമ്മുടെ പൂർവികർ ആ ഈശ്വര ഭാവം എല്ലാവരിലും വളർത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ നാമകരണം പോലും ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് കുട്ടികൾ ജനിക്കുമ്പോൾ നമുക്കറിയാം പേരിടുന്നത് ചിക്കു, മക്കു, ടിറ്റു, ടിൻറ്റു, ഇങ്ങനെയൊക്കെയല്ലേ പേരിടുന്നത്. ചില പേരുകൾ കേട്ടാലോ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ തന്നെ വിഷമം. അതുകൊണ്ട് നാമകരണം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ഭാവം നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുക.